നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണ ഈ വീക്കെൻഡ്സിലാണല്ലോ ഈ കാണാൻ നാട്ടിൽ പോകും മറ്റൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് ഇന്നലെ അപ്രത്യക്ഷനായി. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കഥ അറിഞ്ഞത്, ആളിനെ കണ്ടില്ല ഇത് എന്നുള്ളത്. ഇത് ഈ ഭീകരമായ തിരക്കിലാണ് പല കാര്യങ്ങളും. ഇപ്പോൾ ഈ അമേരിക്കയിലെ ഷിക്കാഗോയിൽ സുനിൽ രാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. സുനിൽ രാജൻ വണ്ടിപ്പെരിയാറുകാരനാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് താമസം. അദ്ദേഹം വളരെ വിചിത്ര കഥാപാത്രമാണ്. ഒരു ബിൽഡറാണ്, അമേരിക്കയിലെ ബിൽഡറാണ്. അയാൾ പക്ഷേ ചിലവാക്കത്തില്ല പണം അധികം. കുടുംബമായിട്ട് പോലും നാട്ടിൽ വരത്തില്ല, കാരണം പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? ഈ സേവ് ചെയ്യുന്ന പണം ഇയാൾ പാവങ്ങൾക്ക് ഓരോ ആവശ്യം അങ്ങനെ അല്ല, സ്വന്തം ലബ്ധിനല്ല അല്ല. എന്നിട്ട് അയാൾ പലരെയും പഠിപ്പിക്കും, ജർമ്മനിക്ക് വിടും, ജോലിയാക്കും, അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റർ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് പബ്ലിസിറ്റി ഇല്ല, പബ്ലിസിറ്റി താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ നാട് കാണുമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി ഞാൻ പെട്ടെന്ന്, അതാണ് ഞാൻ ഈ ചൊവ്വാഴ്ച രാത്രി പോയി, ബുധനാഴ്ച അദ്ദേഹം എത്തി. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം പോയതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. അതല്ല, എനിക്ക് നാളെ വീണ്ടും നാട്ടിൽ പോകണം, കാരണം ഭാര്യയും പിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് അവരുമായിട്ട് നാട്ടിൽ പോയിട്ടില്ല, തിരിച്ചു വന്ന കണ്ണൂരും അവരിവിടെ വന്നു. അപ്പോൾ അവരുമായിട്ട് ഇനി എനിക്ക് നാളെ വീണ്ടും പോകണം നാട്ടിലേക്ക്. ഇതൊക്കെയാണ് അതിനിടയിൽ ഇങ്ങനെ സംഭവം. അതുകൊണ്ട് തന്നെ പ്രശ്നം വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റിക്ക് വലിയ കുറവുണ്ട്. ക്വാളിറ്റി ഇന്നലെ ഇന്നും ഉണ്ട്. മാത്രമല്ല, നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന സാവകാശമില്ല. നമ്മൾ ഈ ഓഫീസിലിരുന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന തിരക്കും ബഹളായിരിക്കും. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ പറയാൻ, ഇന്നലെ ഞങ്ങൾ ഇവരെയും കൊണ്ടൊരു ഭയങ്കര രസകരമായ സംഭവം ഉണ്ടായി. രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്കും നമുക്ക് കാട്ടി പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പം പമ്പയ്ക്ക് പോകുന്ന വഴിയുണ്ട്. ഞങ്ങൾ അതിൽ എലവങ്ക ചെല്ലുന്നു. എലവങ്ക ചെന്നപ്പം ഗേറ്റ് അടച്ചിട്ടിരിക്കുക. അവരെ രാത്രി വിടത്തില്ല, അങ്ങോട്ട് പമ്പയ്ക്ക് പോകുന്ന വഴിക്ക് വിടത്തില്ല. ഞങ്ങൾ തിരിച്ചു പോയി, എങ്ങോട്ടുള്ള ആഹേക്കുള്ള വഴിക്ക് പോയി എലവങ്കന്ന്. മറ്റേ അങ്ങോട്ട് പ്ലാപ്പള്ളി എത്തുമ്പം ഒരു കൂട്ടം മ്ലാവ് സംഘം അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മളവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ മ്ലാവിൻ്റെ കൂടെയുള്ള കാർന്നവരെ ബാക്കി പിള്ളേരെയൊക്കെ കയറ്റി വിട്ടിട്ട് നെഞ്ചുരിച്ച് നിൽക്കുകയാണ്, സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. അത് ഞങ്ങൾ നേരെ മുമ്പോട്ട് പോയി. വലിയൊരു കാട്ടുപോത്ത് അവിടെ നിന്ന് കണ്ടു. പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഞങ്ങൾ പ്ലാപ്പള്ളിയിൽ നിന്ന് പഴയൊരു വഴിയുണ്ട്, പ്ലാപ്പള്ളിയിൽ നിന്ന് തിലാപ്പള്ളിക്ക് പോകുന്നൊരു ചെറിയ ഇടുങ്ങിയ വഴിയുണ്ട്. അതിൽ ഇറങ്ങി വരുമ്പോൾ 2 കൂറ്റൻ കാട്ടാനകൾ വഴിയുടെ നടുക്ക് നിൽക്കുകയാണ്, റോഡ് നടുക്ക് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പതിയെ വണ്ടി പുറകോട്ട് എടുത്തു നിന്നു. ഞാനാ വണ്ടി ഓടിക്കുന്നത്, ഇതാണ്. പക്ഷെ ഞാൻ എന്താ, കാരണം തിരിക്കാനിടയില്ല. നമ്മളീ പോകുന്ന വഴി മറ്റേ മെയിൻ റോഡൊക്കെ ഹൈവേ ആണ്. നമ്മളീ പ്ലാപ്പള്ളിക്ക് ഇറങ്ങുന്ന ചെറിയ വഴി വണ്ടി തിരിക്കാനിടയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് നമ്മളോട് കരുണ തോന്നി, ഒതുങ്ങി തന്നു. അങ്ങോട്ട് മൈഡിലേക്ക് മാറി. അങ്ങനെ കാട്ടാനെയും മ്ലാവിനെയും പോത്തിനെയും ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അവര് ഞെട്ടിവറച്ചു പോയി പുള്ളി. എന്തായാലും ശരി, നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് അമേരിക്കൻ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് യുദ്ധത്തിലേക്ക് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. യുദ്ധം നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാറായിട്ടില്ലെങ്കിലും ഒരു കാര്യം പറയാം രാജ്മോഹൻ, ഒരു ലോകമഹായുദ്ധമാവാനുള്ള ലക്ഷണമാണ് ഇന്ന് കാണുന്നത്. അതിനുള്ള സാധ്യതയിലേക്കാണ് ചൂണ്ടുന്നത്. ഇന്നിപ്പോൾ കുവൈറ്റിലേക്ക് ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തി. അത് ചൈനീസ് കമ്പനിയിലേക്കാണ് ആക്രമണം നടത്തിയത്. ഒരാൾ എന്തുകൊണ്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ലഭ്യമല്ല എങ്കിൽ പോലും അത് വലിയൊരു ആക്രമണം തന്നെ. മാത്രമല്ല, ജോർദാന് നേരെ ഈജിപ്തിന് നേരെ ആക്രമണം, ജോർദാനിലെ US താവളത്തിന് നേരെ അതിശക്തമായ ആക്രമണം നടത്തി. ഈജിപ്തിന്റെ തുറമുഖത്തിന് നേരെ ആക്രമണം. ഇതൊന്നും ഈജിപ്തിനൊന്നും ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അതാണ്. ജോർദാന് നേരെ അമേരിക്കൻ സേവനത്തിൽ ഉണ്ടായിരുന്നു. ഈജിപ്തില് അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പലിന് കേടുപെട്ടി ഈ തുറമുഖത്ത് കിടന്ന. അതുപോലെ ബഹ്റിൻ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത് ബഹ്റിനാണ്. ബഹ്റിൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, ഈ മിസൈലിന്റെയോ ഡ്രോണിന്റെയോ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥ. എന്റെ ചില സുഹൃത്തുക്കൾ നാട്ടിൽ വന്നിട്ടുണ്ട്, ഇവരെന്ന് തിരിച്ചു പോകുന്ന കാര്യത്തിൽ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമില്ല, യാത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, വിമാനങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ അവസാനം കിട്ടിയ ഒരു വാർത്ത നമ്മൾ വിദേശ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ IRGCയുടെ പ്രധാനപ്പെട്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗത്തിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്നാണ്. എന്ത് ലക്ഷ്യമിട്ടാലും ഇറാനൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഈ കടന്നുവരവിനെ തടയിടുക എന്നത് തന്നെയാണ്. അതായത് ഈ ലോകത്തെല്ലായിടത്തും ഇസ്ലാം പടർന്നു വന്നിരിക്കുന്നുണ്ടല്ലോ. ഈ ലോകത്തെല്ലായിടത്തും ഇസ്ലാം പടർന്നു വന്നിരിക്കുമ്പോൾ അതിനൊരു തടയിടാനായിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ്. കാരണം ഇത് ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന് തളർച്ച ഉണ്ടാവുന്നത് ഈ അറബ് രാജ്യങ്ങൾക്ക് മൊത്തം. അപ്പം ഇസ്ലാമിക ഈ ഒരു ആശയഗതിയുടെ ശക്തി ഒരുമിച്ച് വരുന്നതിനെ ഇല്ലാതാക്കാൻ, അതായത് ഈ ലോകമെമ്പാടും ഇസ്ലാം പ്രചരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഖത്തറും
UAEയും സൗദി അടക്കമുള്ളവരുടെ ഫണ്ടിങ് ആണ്. അപ്പോൾ അതിനെ തടയിടാൻ അവരെ ദുർബലപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഇസ്രായേലിൻ്റെ എല്ലാം കൂടെ സംയുക്തമായ നീക്കമായി കരുതേണ്ടി വരും. പക്ഷേ അതിപ്പം ഇവിടെ നമ്മൾ പലരും കൈയടിക്കും, കൊള്ളാം ഇസ്ലാമിൻ്റെ ഈ അധിനിവേശത്തെ തകർക്കും. പക്ഷേ അതിനൊപ്പം തന്നെ ഇവർ ചൈനയും ഇന്ത്യയും അങ്ങനെ അങ്ങോട്ട് വളരണ്ട എന്നൊരു നിലപാടെടുക്കുന്നുണ്ട്. എവിടെയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ മാനസികമായി ഇറാനെയാണ് പിന്തുണയ്ക്കുന്നത്. അതെ, അതിനിടയ്ക്ക് വേറൊരു വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് പല പാശ്ചാത്യ മാധ്യമങ്ങളും. ഇന്ത്യ ഇസ്രായേലിന് സൈനിക സഹായം നേരത്തെ നൽകിയിരുന്നു എന്ന്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വേറെ ലെവലിലുള്ളതാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വെളിയിൽ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന കാര്യങ്ങൾ അതിശക്തമാണ്. പക്ഷേ ഇന്ത്യയെയും ചൈനയെയും കൂടി തകർക്കാനുള്ള അവരുടെ സാമ്പത്തിക ശേഷി തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് ഉറപ്പാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ വളരെ സാമ്പത്തിക കാര്യങ്ങളും വളരുന്നതാണല്ലോ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പം യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചൈനയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. കുവൈറ്റിന് നേരെ ഇറാൻ ചൈനീസ് കമ്പനി എന്ന് പറയുമ്പോൾ ചൈന തന്നെയാണ് ആണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ചൈനയുടെ പിന്തുണ, ചൈനയാണ് വാസ്തവത്തിൽ ഇറാൻ ആയുധം കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു എന്നുള്ള 400ഓളം റോക്കറ്റ് ലോഞ്ചറുകൾ കൈമാറി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പരോക്ഷമായി തന്നെ ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അത് പരസ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല നമ്മൾ കാണേണ്ടത് സൗദി അറേബ്യ ഇറാഖിനെ ആക്രമിച്ചു. അത് ഗൗരവമേറിയ വിഷയമാണ്. ഇറാഖ് സത്യത്തിൽ ഇത് നേരിട്ട് ബന്ധമില്ലാത്ത രാജ്യത്ത് അവർ ആക്രമിച്ചു. അപ്പോൾ അതിനർത്ഥം തന്നെ സൗദിയും ഈ യുദ്ധാങ്കണത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മാത്രമല്ല കുറച്ച് നാൾ മുമ്പ് 2 ആഴ്ച മുമ്പ് മറ്റോ റഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനം അങ്ങോട്ട് അയച്ചത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സൗദി കൂടി അമേരിക്കയുടെ പക്ഷം ചേർന്ന് യുദ്ധത്തിനിറങ്ങി. ഇതുവരെ ഈ രാജ്യങ്ങളും യുദ്ധത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇറാഖെ സംബന്ധിച്ചോളം ഇറാഖ് ഒരു മിനിമം ബാലൻസ് പുലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വന്നിരിക്കുന്നതോടുകൂടി ഈ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റും റഷ്യയുടെ രഹസ്യ ഇൻവോൾവ്മെൻറ്റും അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യത. 2ാം ലോകമഹായുദ്ധം പോലെ പെട്ടെന്ന് അങ്ങ് വലുതാവത്തില്ലെങ്കിലും ഇപ്പോഴത്തെ ഇന്നിപ്പം നമ്മൾ ഇന്നിവിടെ ഇരുന്ന് പറയുമ്പം എൻ്റെ ഒരു ആശങ്ക ഞാൻ പറയാം, 4-5 കൊല്ലത്തേക്ക് യുദ്ധം നീണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. യുക്രൈൻ റഷ്യ യുദ്ധം യുക്രൈൻ റഷ്യ യുദ്ധത്തെ പോലെ അവിടെ അങ്ങനെ തന്നെയാ. പാശ്ചാത്യ ശക്തികളുടെ പിൻബലത്തോടു കൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇറാൻ ചൈനയുടെയും റഷ്യയുടെയും ഒരു പക്ഷേ നമുക്കറിയില്ല, ഒരു പക്ഷേ ഇന്ത്യ പോലും പിന്തുണയ്ക്കുന്നുണ്ടാവും. കാരണം ചൈന, റഷ്യ, ഇന്ത്യ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ. കാരണം ഇത് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്ന ഇന്ത്യക്കാണ്. യുദ്ധം ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്ന ഇന്ത്യക്ക്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നുള്ള കാര്യം. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ലോകം വളരെ ആശങ്കയുടെ കാലത്ത് ഇറാനിലെ ചബഹാർ തുറമുഖം നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് പൈസ മുടക്കി നിർമ്മിച്ച തുറമുഖം. അപ്പോൾ വളരെ ആശങ്കയുടെ ദിനങ്ങളാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ട. അടുത്തതിലേക്ക് നമുക്ക് പോകാം. എന്നെ വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയെന്ന് രാവിലെ ഞാൻ നാട്ടിലായിരുന്നതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കിക്കൊണ്ടുപോയെന്ന കഥ. എനിക്കതിലൊരു അത്ഭുതം തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഇതുപോലെ തന്നെ രാത്രി 11 മണിക്ക് അവൻ ഇച്ചിരി ചട്ടമ്പിയാണ്. അവൻ കിടന്നൊന്ന് ഉറപ്പാക്കിയിട്ടാണ് അപ്പനും അമ്മയും കിടക്കുന്നത്. രാത്രി 1:30 മണിക്ക് പോലീസ് വിളിച്ച് പറഞ്ഞ് ആക്സിഡന്റ് മരിച്ചെന്നാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. പിള്ളേരൊരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും പിള്ളേർ കിടക്കും, മുറി അടയ്ക്കും, ലൈറ്റ് ഓഫ് ആക്കും, പിള്ളേർ കിടന്നൊന്ന് ഉറപ്പാക്കിയിട്ട് മാതാപിതാക്കൾ കിടക്കും. പക്ഷേ ഈ ലഹരി മാഫിയ, ഇന്ന് രമേശിൻ്റെ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ 13-14 വയസ്സ് മുതലുള്ള കുട്ടികളെ പലരും വല വീശി അങ്ങ് പിടിക്കുവാണ്. 12 വയസ്സുള്ള പെൺകുട്ടി ഒളിച്ചു പോകുന്നുണ്ട്. അപ്പം ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഇവർ പാതിരാത്രി അങ്ങ് പോകും, നമ്മളാരും അറിയുന്നില്ല. എഴുന്നേറ്റ് പിറ്റേ ദിവസം കാലത്ത് ഇവർ 4 മണിക്ക് മുമ്പ് തിരിച്ചെത്തും. ഒരു 12 മണിക്ക് പോയി 4-4:30 ആകുമ്പോൾ തിരിച്ചെത്തും. വീട്ടുകാർ 5 മണി കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളല്ലോ. അതിനു മുമ്പ് വീട്ടിൽ തിരിച്ചെത്തി ഇവർ കിടന്നുറങ്ങി 8 മണിയാകുമ്പോൾ എഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസം ആരോ പറയായിരുന്നു ഇതിനെക്കുറിച്ച്. ഒരു മണിക്ക് ശേഷം നമ്മളെല്ലാവരും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്, ശക്തമായി ഉറങ്ങുന്നത് 1 മണി കഴിയുമ്പോഴാണ്. അപ്പം അച്ഛനും മേലെ ഉറങ്ങുന്ന ആ സമയം നോക്കി ഉറപ്പായിട്ടും ഉറങ്ങുന്ന സമയത്ത് ഇവരങ്ങ് പോയാൽ മതി. പോയി കഴിയുമ്പോഴാണ് പലപ്പോഴും പെൺകുട്ടിയെ കൊണ്ടുപോയി മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മദ്യപിപ്പിച്ചു, പുകവലിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേസിന്റെ ഭാഗമാണ്. പക്ഷേ കാരണം ആ പെൺകുട്ടിക്കും താല്പര്യമുള്ളതുകൊണ്ട് പറയുമ്പോൾ അങ്ങനെ പറ്റും. കാരണം പ്രായം കുറഞ്ഞ കുട്ടിയാണ്. പക്ഷെ ഇത് ഈ മാഫിയ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോട് ഇതിനെ കണ്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ തലമുറ. അധ്യാപികമാരെ പിടിച്ചൊക്കെയല്ലേ 3 പേരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അതും ഇടത് യൂണിയന്റെ നേതാക്കളായിരുന്നവർ.
എന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പം നേതാക്കൾ ഇപ്പം ഭാരവാഹികളല്ല, പക്ഷേ സംഘടന അംഗങ്ങളായിരിക്കുമല്ലോ. സൂംബ അതിന് മുമ്പ് നിർത്തി കളിച്ചാൽ ഇവർ മൂന്നുപേരും യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയ ദുരന്തം ഈ ലഹരിയാണ്. ബാക്കി അഴിമതി, ധാർഷ്ട്യം, സ്വജനപക്ഷപാതം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, ശബരിമല, മറ്റേ വർഗീയത, ഇതൊക്കെ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് സംഭവിച്ചപ്പെടാന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇവർക്കൊരു വരുമാന വഴിയായിരുന്നു. ഈ പറയുന്ന ഈ DYFIക്കും SFIക്കും പ്രത്യേകിച്ച് പണിയില്ല. ഇത്തരം കേസുകളിൽ കഴിഞ്ഞ 10 വർഷം പിടിയിലായ ഒരു 10 പേരെ പിടിക്കുമ്പോൾ 6 പേരെങ്കിലും ഇത് സംഘടന. അതിൻ്റെ കാര്യം ഈ DYFIക്കും SFIക്കും കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഈ SFI എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 28 കൊല്ലം പിണറായിയുടെ പിടിയിലായിരുന്നു ഈ CPM എന്ന്. അപ്പം SFIക്കാർ ഉണ്ടായി തീരുന്നത് വരെ, അതായത് ഈ കാലങ്ങളിൽ 28 വയസ്സ് വരെ SFI കഴിഞ്ഞു, DYFI. ഈ അനേകം കുട്ടികൾ ഈ സമയത്ത് പിണറായി അല്ലാതെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇവർക്കാർക്കും സമരമില്ല, ഇവർക്കാർക്കും പ്രതിഷേധമില്ല, ഇവർക്കാർക്കും പ്രതിരോധമില്ല, ഇവർക്ക് എന്തെങ്കിലും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൈസ പിരിക്കാൻ വഴിയില്ല. ഈ സമരം നടത്തുമ്പോഴല്ലേ പൈസ പിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടനാ സംവിധാനം പോകാൻ വേണ്ടി സർക്കാർ SFIക്കും DYFIക്കും കൊടുത്തിരിക്കുന്ന ലൈസൻസ് ആയിരുന്നു ലഹരി. അങ്ങനെയാണ് ഈ ലഹരി സ്കൂളുകളിലേക്കും പണ്ടൊക്കെ നമ്മൾ കൊച്ചിയിലുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മഹാനഗരങ്ങളിലുണ്ടാവും, പക്ഷേ ഗ്രാമങ്ങളിൽ പോലും, കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ലഹരി കടന്നെത്തി. പണ്ടെത്തിയാൽ കഞ്ചാവ് എത്തും. മാത്രമല്ല നമ്മൾ ഈയിടെ കാണുന്ന വലിയൊരു പ്രവണത, ഈ ഓരോ ചെറുപ്പക്കാർ അച്ഛനും അമ്മയും തല്ലിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നൊരു പ്രവണത വളരെ കൂടി വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം എടുത്ത് നോക്ക്, എത്ര പേരാണ് വിചിത്രമായ പലതും. അത് ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയെ കൊല്ലുന്നു. ജനിച്ചതിന് പ്രതിഫലമാണ് തള്ളെ എന്ന് പറഞ്ഞ ഒരുത്തൻ കഴുത്തറുത്ത് വന്നാണ് കണ്ണൂരിൽ നിന്ന്. ഈ പത്തനംതിട്ട എങ്ങാണ്ട് ഒരു ഇൻസ്പെക്ടറെ ഒരു പയ്യൻ 16 വയസ്സിലെ പയ്യൻ നിലത്തടിച്ച് അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഈ കോട്ടയം ജില്ലയിലോ മറ്റോ ഒരു സ്ഥലത്താണ് ഒരു 3-4 പിള്ളേർ നാട്ടുകാരെ മുഴുവൻ എടുത്തിട്ട് അടിക്കുകയാണ്. അത് കണ്ട് ആ വീഡിയോ കണ്ടില്ലേ? അതെന്ന് വെച്ചാൽ ഈ ലഹരി കൊടുക്കുന്ന അതിശക്തമായ ഒരു. കഴിഞ്ഞ ദിവസം ഒരു പ്രായമായ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ ലഹരി ഉപയോഗിച്ച ചെറുപ്പക്കാരി എന്നത് പൈസ സിഗരറ്റ് അയാൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ എടുത്തിട്ട് ഭീകരമായി തല്ലുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് ഇവരാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയോട് കടപ്പാടുള്ളവരാവേണ്ടത്. കാരണം 10,000 പേരെ അറസ്റ്റ് ചെയ്തതിനോടകം 10,000 പേരെ, ഇവരിൽ പലരും ഊരിപ്പോവുകയാണ്. കാരണം ഇതിനോടനുബന്ധിച്ച് നിയമനിർമ്മാണം കൂടി നടന്നാലേ കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ പഴയ നിയമം അളവ് നോക്കിയിട്ട് വിടുക. അളവ് നോക്കുന്നതാണ് എന്റെ പ്രശ്നം. ആ നിയമം ആദ്യം മാറ്റണം. നിയമം മാറണം. കേന്ദ്ര നിയമമാണ്, അതിന്റെ പ്രശ്നം കാണും. എന്നാലും ഇടപെട്ടവരെ മാറ്റാന്നുള്ളതേ ഉള്ളൂ. ഈ അളവിന്റെ അനുസരിച്ച് ശിക്ഷ നിശ്ചയിക്കുന്നത് എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു 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 യാഥാർത്ഥ്യമായി മാറുന്നതാണ്. നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സമാന്തര സാമ്പത്തിക ഒരു വ്യവസ്ഥ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു മയക്കുമരുന്നെല്ലാം കൂടെ ചേർന്ന്. മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ നമ്മുടെ സർക്കാരിനേറ്റ വലിയ തിരിച്ചടി. ഇത് പലരും ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ അതേസമയം ഞാൻ ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്, ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ VD സതീശൻ ചില സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങളിൽ ഒന്നാണ് ഈ K രതീഷ് എന്ന് പറയുന്ന അഴിമതിക്കാരനെ ചുമന്നു. നോക്കൂ, മറ്റൊരു സംഭവം ഉണ്ടായല്ലോ, ഇയാൾക്ക് അനുകൂലമായി എന്തോ ഉണ്ടായില്ലേ? പുനർജനിയിൽ എന്താ സംഭവിച്ചത്? പുനർജനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വലിയ അഴിമതി ആരോപണമായിരുന്നു. വിദേശത്ത് പോയി ഫണ്ട് പിരിച്ച് ഈ 2018 വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു എന്ന്, അദ്ദേഹം വലിയ തോതിൽ പൈസ വെട്ടിച്ചു എന്ന് പറഞ്ഞ് ഈ ഇടതുപക്ഷ സർക്കാരാണ് വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടത്. മാത്രമല്ല അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കാനും പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതൊന്നും നടന്നില്ല എന്നാണ്. അല്ല, ഈ വിജിലൻസ് അന്വേഷണം ക്ലീൻ ചിറ്റ് കൊടുത്തത് പഴയ വിജിലൻസ് തന്നെയാണോ? പഴയ വിജിലൻസ് ആണ്. പഴയ വിജിലൻസ് താത്തു വെച്ചിരുന്നു. ഓക്കെ, അതായത് ഇപ്പോഴത്തെ വിജിലൻസ് ഏറ്റവും പ്രധാന പോയിന്റ്. അതായത് VD സതീശന് പുനർജനി എന്ന പേരിൽ VD സതീശനെ അഴിമതിക്കാരനാക്കാൻ വേണ്ടി സഖാക്കൾ നടത്തിയ ശ്രമം പാളിപ്പോയി എന്ന് വളരെ വ്യക്തമായി ആ പഴയ വിജിലൻസ് എഴുതി വെച്ചിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞ നമ്മളുമായി ബന്ധപ്പെട്ടൊരു കേസ്, ഞാൻ വിശദാംശങ്ങൾ പുറത്തു വരുന്നില്ല, ആയില്ല. നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു റിപ്പോർട്ടിൻ്റെ കിട്ടി. ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ കേസ് എടുക്കണോ വേണ്ടയോ എന്ന് പോലീസ് ഒരു നിയമോപദേശം തേടിയിരുന്നു. അപ്പോൾ എടുത്തു. കേസ് നിലനിൽക്കുന്ന ഒരു BNS, ഒരുപാട് വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളെല്ലാം ഞാൻ നിയമോപദേശത്തിന് കോപ്പി ഇപ്പം എനിക്ക് കിട്ടി. ആരുടെ നിയമോപദേശം? ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഇടത് സർക്കാരിൻ്റെ നിയമോപദേശകർ ഇടത് പോലീസിന് കൊടുത്ത നിയമോപദേശത്തിൽ നമ്മുടെ ഒരു കേസിൻ്റെ അകത്ത് ഓരോ വകുപ്പ് എഴുതിയിട്ട് നിലനിൽക്കത്തില്ല.
എന്നിട്ട് കേസെടുക്കുകയാണ്. എന്നിട്ട് കേസെടുത്തിട്ട് നമ്മളെ ഓടിക്കുകയാണ്. നമ്മളെ മെനക്കെടുത്തിക്കാന്നുള്ളതാണ് വെറുതെ അല്ല, ഞാനോർത്ത് ഈ നിയമോപദേശന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? പക്ഷേ നിയമോപദേശം കറക്റ്റാണ്, നിയമോപദേശം ഉണ്ട്. ഈ നിയമോപദേശം വെച്ചിട്ട് ഇതൊന്നും നിലനിൽക്കത്തില്ല, ഇത് കേസെടുക്കാൻ പറ്റുന്ന നിയമോപദേശം കിട്ടുകയാണെങ്കിൽ നമുക്കിത് ഇപ്പം ഞാനതിന്റെ വിശദാംശങ്ങൾ പുറത്ത് വിടാത്തത് സമയാവാത്തതുകൊണ്ടാണ്. സമയാവാത്തതുകൊണ്ട് കോടതിയുടെ കുറച്ച് മാത്രമല്ല ഇതിന് അവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു പറവൂരിൽ ഇതിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അവർക്ക് ഇതിനുള്ള അർഹത ഇല്ലെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അതിനുള്ള അനുമതി ഉണ്ടായിരുന്നു പൈസ പിരിക്കാൻ. അപ്പോൾ ഇത് വരുമ്പോഴാണ്, അതായത് ഇങ്ങനൊരു ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുമ്പോഴാണ് അഴിമതി വിരുദ്ധൻ എന്ന ഒരു പേരുള്ള വി.ഡി. സതീശന് ഹൈക്കോടതിയിൽ തിരിച്ചടി കിട്ടുന്നത്. അത് കെ രതീഷിന്റെ കാര്യത്തിൽ കെ രതീഷ് നമുക്കറിയാം, അയാൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന ആളാണ്. ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ ഒടുവിൽ അനുമതി നൽകുകയായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇയാൾ 3 പ്രധാന തസ്തികകൾ വഹിക്കുന്നുണ്ട്. ഖാദി ബോർഡിന്റെ സെക്രട്ടറിയാണ്, റൂട്രോണിക്സ് എന്ന സ്ഥാപനത്തിന്റെ MD ആണ്, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ CEO ആണ്. ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഇത് 3. ഇതിന്റെ ഏറ്റവും വിചിത്രമായ സംഗതി, ഇയാൾ എങ്ങനെ, അത് ഈ കെ രതീഷ് എന്ന് പറഞ്ഞാൽ ഒരു കരുനാഗപ്പള്ളിക്കാരനാണ്. 67 വയസ്സാണ് ഇപ്പം പുള്ളി. ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് അദ്ദേഹം ഒരു കേബിൾ TV നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പൊളിഞ്ഞുപോയി. അവിടെ അയക്ക് നിക്കക്കളില്ലാതിരിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി 2003 ഇയാളെ പിടിച്ചൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അതിനുശേഷം അയാൾ MB അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് കാരണത്തിലാണ് അന്ന് 2003 മുതൽ കഴിഞ്ഞ 23 വർഷം അയാൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിലാണ്? ഇപ്പം അവിടെയാണ് ഇയാൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിട്ടിരുന്നിട്ട് അയാളുടെ ബന്ധു കൂടിയായ ചന്ദ്രശേഖരനെ അവിടെ കൊണ്ടെത്തിച്ചിട്ട് ചന്ദ്രശേഖരനെ നാറ്റിച്ച് ആ കോടികളുടെ അഴിമതി നടത്തി. ആ അഴിമതിയിൽ കുറേ അഴിമതി, അത് 50-80 കോടിയുടെ മാത്രമാണ് ഘട്ടം മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയത്. അതിന് സ്വാധീനം കാരണം അനുമതി കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഈ വിവാദം ഉണ്ടായത്. അങ്ങനെ ഒടുവിൽ കോടതി ഇടപെട്ടിട്ട് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു. അതിന് മുമ്പ് തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD സ്ഥാനം പോയി. പക്ഷേ പിണറായി സർക്കാരും കൈവിട്ടിട്ടില്ല, വി.ഡി. സതീശൻ സർക്കാരും കൈവിടുന്നില്ല. 3 തസ്തികകൾ, ഉന്നത പദവി. ഇത് മാത്രമല്ല, സാധാരണഗതിക്ക് ഖാദി ബോർഡിന് സംസ്ഥാനതല ഉദ്ഘാടനമുള്ളത്. ഇയാൾ എല്ലാ ജില്ലയിലും ഉദ്ഘാടനം നടത്തും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രിയാണ് വിളിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ബുദ്ധിപൂർവ്വമായിരിക്കും മുരളീധരൻ. പക്ഷേ എല്ലാ ജില്ലയിലും ഓരോ മന്ത്രിമാരെ വിളിച്ച് ചെരിഞ്ഞ് നിൽക്കുന്നു, എടുത്ത് നടക്കുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ എന്നെ വിശാഖം പറഞ്ഞത്, ഒരാൾ കാണാൻ വന്നു, ഈ ഖാദി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കള്ളഖാദിയാണ്, അത് അഴിമതിയാണ്, അഴിമതിയാണ്. ഇത്തരത്തിൽ വലിയൊരു അഴിമതിക്കാരനെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉന്നത പദവിയിൽ ഇരിക്കണമെങ്കിൽ 65 വയസ്സിനപ്പുറത്തേക്ക് റിട്ടയർമെന്റ് പ്രായം കേന്ദ്ര സർക്കാർ 60ആണ്, സംസ്ഥാന സർക്കാരിന് 56ആണ്. ഈ ജഡ്ജിമാർക്ക് പോലും 60, ഹൈക്കോടതി ജഡ്ജിമാർക്കും 62, 63 ഉള്ളൂ. അവിടെയാണ് 65 കഴിഞ്ഞ 67ആയോ എന്തായാലും 65 കഴിഞ്ഞെന്നറിയാം. ഈ 65 കഴിഞ്ഞ ഒരുത്തൻ അവിടെ 3 ഉന്നത പദവികൾ ഇരിക്കുമ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഹൈക്കോടതി ഞെട്ടലോടുകൂടി ഹൈക്കോടതി ചോദിച്ചു, അഴിമതിക്കാരനാണോ നിങ്ങൾ വെച്ചോണ്ടിരിക്കണം 3 പ്രധാനപ്പെട്ട പദവികളിൽ? ഷാജഹാനാണ്, KM ഷാജഹാനാണ് കേസ് കൊടുത്തത്. ഇത് നമ്മുടെ മറ്റേ സത്യം പറഞ്ഞ മനോജ് അല്ല കേസ്, അല്ല, അതായത് മനോജ് വേറെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇയാൾ സത്യം പറഞ്ഞാൽ, ഞാൻ ഈ വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടപ്പം, നമ്മൾ ഇതുവരെ സാധാരണ കേസിനൊന്നും പുറകെ പോകാറില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ വാർത്ത ചെയ്തു പോകുന്നു. അപ്പം ഇപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, ചില വാർത്തകൾ നമ്മൾ കേസ് കൊടുക്കണം. അപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് ഈ കേസാണ്. അപ്പൊ ഞാൻ സീനിയർ അഡ്വക്കേറ്റ് സനൽകുമാർ സാറുണ്ട്, സനൽകുമാർ സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാർ നമുക്ക് കൈകാര്യം. ഇന്നാണ് ഞാൻ അറിഞ്ഞ ഷാജഹാൻ കേസ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് സർക്കാരിന്റെ വിശദീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ആലോചിച്ച് നോക്കി. പക്ഷേ അതുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് എന്തിനു വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്വേഷിച്ചു എന്താണ് സതീശന് ഇയാളുടെ താല്പര്യം. ഒരു പരിചയമില്ല സതീശന്. താല്പര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞാലിക്കുട്ടിക്ക് എന്തോ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, കൊണ്ടുവന്നതും സംരക്ഷിക്കുന്നതും. വാസ്തവത്തിൽ പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ രതീഷിനെ സംരക്ഷിച്ചത്. അന്തർധാരയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്താണ് രതീഷിനെതിരെ. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രതീഷിനെ കൊണ്ട് നാറും. ജസ്റ്റിസ് ബദറുദ്ദീനാണ്, ചില്ലറക്കാരനല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കടുംപിടുത്തക്കാരനാണ്. എല്ലാവരെയും വരട്ടി കള്ളക്കേസ് എടുപ്പിച്ച് തീരുമാനം എടുപ്പിച്ച ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ തസ്തികയിൽ നിന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് നാറ്റക്കേസ് ആവുന്നതിന് മുമ്പ് ഇപ്പോഴേ അയാളെ 3 തസ്തികയിൽ നിന്നും രാജിവെപ്പിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജിലൻസ് കേസ് അട്ടിമറിച്ചോളൂ. കാരണം ഇവർ അട്ടിമറിക്കും, കാരണം രക്ഷിക്കണമല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാനം രക്ഷിക്കാം.
മാത്രമല്ല ഇതിൽ വേറൊരു അപകട സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇയാളെ ആദ്യം ക്യാഷ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാറ്റിയപ്പോഴേ ഇൻകലിന്റെ MD അങ്ങോട്ടാക്കി നിയമിച്ചിരുന്നു. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ നിന്ന് 3 സ്ഥാനത്ത് മാറ്റി ഇയാളെ 4ാമത് വേറെ ഇനി പാടായിരിക്കും. എന്തായാലും ഇയാളെ ഒഴിവാക്കി മാനം രക്ഷിച്ചത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ സർക്കാരിന് ഇപ്പോഴുള്ള സൽപ്പേരിന് വലിയ ദോഷം പറ്റും എന്ന് മാത്രം പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും സുപ്രധാനമായ അടുത്ത വിഷയത്തിലേക്ക് പോകും. ജോൺ ബ്രിട്ടാസ് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്ത വിഷയമാണത്. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടെ SFI വനിതാ നേതാവിനെ പിടിക്കാനെത്തിയ പോലീസുകാർക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഐഷി ഘോഷിനെ പിടിക്കാൻ വന്ന അവിടെ വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. അദ്ദേഹം നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണോ വന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് സ്വാഭാവികം നമ്മൾ സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ ഓഫീസിൽ നമ്മുടെ ഓഫീസർ റെഡിയാൻ വരുമ്പോഴേ യൂണിഫോം ഇട്ടവർ 1-2 പേരുള്ളൂ. ആർക്ക് യൂണിഫോം ഇല്ലാതെ വിഷ്വൽ നമ്മൾ ഇരിപ്പുണ്ട്. എന്നെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോഴോ യൂണിഫോം ആരും യൂണിഫോം ഉണ്ടായിരുന്നില്ല. നേരെ വീടിനകത്ത് കയറി. സംഭവിച്ചു. അല്ലെ ആ വീടിനകത്തോട്ട് കയറുക. നിങ്ങൾ ആരാന്ന് ഞാൻ ചോദിച്ചു. പോലീസാന്ന് പറയുന്നു. യൂണിഫോം ഇല്ല. ഈ കഴിഞ്ഞ 10 വർഷം മഫ്തിയില് കള്ളവണ്ടി പിടിച്ച് നടത്തിയ ഓപ്പറേഷൻസ് ആണ് മൊത്തം. എന്നിട്ടാണ് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് സൂപ്പർ ഹീറോ ആയിട്ട് കേരളത്തിലെ ചാനലുകളും നമ്മൾ പിടിക്കാൻ ചെല്ലുന്ന ആളുകൾ നിങ്ങൾ ID കാർഡ് കാണിക്കാൻ പറഞ്ഞാൽ ID കാർഡ് മാത്രം മതി, യൂണിഫോം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഡൽഹി പോലീസിലെ കമ്മികളെ ഏർപ്പാടാക്കിയതായിരിക്കും. നോക്കൂ, ബ്രിട്ടാസ് വരുന്നു, പാർലമെന്റിൽ നേരിട്ട് വരുന്നു. നാളെ ബ്രിട്ടാസ് പറയുന്നത് ഈ സമയത്ത് തന്നെ പോലീസ് എത്തുന്നു, ഈ സമയത്ത് തന്നെ ചാനലുകൾ എത്തുന്നു. ഭയങ്കര നാടകം. അപ്പൊ എല്ലാം പറഞ്ഞു ശരി ശരി ഞാൻ യൂണിഫോം തിരിച്ചു വരാം എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യം തന്നെ എനിക്ക് തോന്നുന്നത് ബ്രിട്ടാസിന് ഡൽഹിയിൽ ഭയങ്കര ബന്ധമുണ്ട്. അത് വളരെ ഡൽഹിയിൽ ഉണ്ട്. മാത്രമല്ല ബ്രിട്ടാസ് ഭയങ്കര ഞാൻ ഇവരെല്ലാം സമയത്ത് BJP-യിലെ ബീറ്റ് നോക്കിയിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനൊരു കാര്യം പറയട്ടെ, ബ്രിട്ടാസ് ഈ CPM-ന്റെ സാധാരണ ഒരു പെട്ട ആളെ അല്ല, വേറൊരു ലെവലാണ് അദ്ദേഹം. അതായത് അദ്ദേഹം നമ്മുടെ ഈ MA ബേബിയും അങ്ങനെ കുറെ ബൃന്ദാക്കാരായിട്ടും പ്രകാശ് കാരായിട്ടും ഒക്കെ ലെവലിലുള്ള ഒരാളാണ്. ആ ഒരു ഹൈ പ്രൊഫൈൽ ബുദ്ധി. എനിക്ക് ഇദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഇയാൾ എപ്പോഴും ചിരിക്കുന്ന ആളാണ്, ഇയാൾ എല്ലാവരും സൗഹൃദമുള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടുണ്ട്. കാരണം അത് പുലിക്കുരുമ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ വീടും കണ്ണൂർ എൻ്റെ ഭാര്യ വീടും ബ്രിട്ടാസിൻ്റെ വീടും തമ്മിൽ 1 കിലോമീറ്ററിൻ്റെ പോലും വ്യത്യാസമില്ല, അയൽപക്കക്കാരാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഭയങ്കര നല്ലൊരു അമ്മയാണ്. ഞാൻ അമ്മയെ കാണാൻ പോയിട്ടുണ്ട്, മരിച്ചുപോയി. അമ്മയുടെ അടക്കലും എനിക്ക് ഇദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ്. ഇദ്ദേഹത്തിനെ CPM-കാർക്ക് ആർക്കും കണ്ടുകൂടാന്ന് എനിക്കറിയാം. സാധാരണക്കാർക്ക് കൈരളിയിൽ നിന്നും ദേശാഭിമാനം എന്നൊക്കെ നിരന്തരം ഇയാൾക്കെതിരെ വാർത്ത എനിക്ക് തന്നുകൊണ്ടാണ്. നമ്മൾ കൊടുക്കത്തില്ലായിരുന്നു. പിണറായിക്കെതിരെ നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് വിട്. കാരണം എന്ന് വെച്ചാൽ ഇയാളൊരു നല്ല ഒരു നമ്മൾ CPM-നെ കണ്ട രീതിയിലുള്ള മിടുക്കനാണ്. കൈരളി ചാനൽ ഇത്ര ആക്കിയെടുത്തു സംഭവം. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗവും രാജ്യസഭ അംഗവും. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇപ്പോൾ പറയുന്ന ഒരു രീതി, 2 ശാസ്ത്രമാണ്. ഒന്ന്, ബ്രിട്ടാസിനെ ഒരു CPM-ന്റെ പുതിയ മുഖമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. കാരണം അത് ഒരു തിളങ്ങുന്ന മുഖമാണല്ലോ. ഇംഗ്ലീഷ് ഹിന്ദി എല്ലാവരും. എന്നിട്ട് മനപ്പൂർവ്വം ഇംഗ്ലീഷ് സംസാരിച്ചു. ഹിന്ദി അറിയാത്തതുകൊണ്ടൊന്നുമല്ല, അന്ന് ആ പോലീസുകാർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അന്ന് അദ്ദേഹം മനപ്പൂർവ്വം ഇംഗ്ലീഷ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു നാടകീയതൊക്കെയാണ്. പക്ഷെ എനിക്കിതിൽ അതിശയം തോന്നി അതൊന്നുമല്ല. RSSകാരുടെ ഹിറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് മൂന്നാമതാണെന്നുള്ളതൊരു ചിരിപ്പിക്കുന്ന കഥയാണ്. അപ്പം അതിന് തെളിവായിട്ട് അവർ വരുന്നുണ്ട്. ഓർഗനൈസർ വന്നൊരു ലേഖനം. ഓർഗനൈസർ ലേഖനം എന്താണ്? ഞാൻ ആ ഓർഗനൈസർ ലേഖനം വായിച്ചു. ഓർഗനൈസർ ലേഖനം വന്നിരിക്കുന്നത് ഈ പാറ്റകളുടെ ഈ വിപ്ലവം ഇത്രയും വിജയിക്കാൻ കാരണം അവർക്ക് കിട്ടിക്കുന്ന ബാഹ്യ പിന്തുണയാണ്. ആ ബാഹ്യ പിന്തുണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറിയ 10 വ്യക്തികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ. ആ 10 വ്യക്തികളിൽ ഒരാൾ ബ്രിട്ടാസ്. നേരെ ഡൽഹിയിൽ തമ്പടിച്ച് ബ്രിട്ടാസ് ഇതിനൊപ്പം ഉണ്ടായിരുന്നു, അല്ലാതെ വെറുതെ നിൽക്കുക. അപ്പം അതുകൊണ്ട് ബ്രിട്ടാസിനെ കുറിച്ച് അങ്ങനെ എഴുതിയത് കൊണ്ട് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലാന്ന് മാറ്റി തീർത്ത് അത് അദ്ദേഹമാണ് ഹിറ്റ് ലിസ്റ്റിനാക്കുന്നത്. ഈ ബ്രിട്ടാസിനെ ഹിറ്റ് ലിസ്റ്റിനാക്കുന്നത്. എന്നിട്ട് ആ ഹിറ്റ് ലിസ്റ്റ് എല്ലാവരും എടുക്കുന്നു, സഖാക്കൾ മുഴുവൻ ഹിറ്റ്. അതിന്റെ പിന്നിൽ അത് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ RSS പോലെ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ 3ാമനായി ബ്രിട്ടാസിനെ പോലെ ബ്രിട്ടാസ് ഒരിക്കലും ഒരു മോശം വാക്ക് പറയുന്ന ആളല്ല, ചിരിച്ചോട് സംസാരിക്കുന്ന ഒരാൾ. എന്ന് മാത്രമല്ല നിതിൻ ഗഡ്കരി അടക്കമുള്ള നേതാക്കളുമായിട്ട് പേഴ്സണൽ ബന്ധം. ഞാൻ രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ ഈ ബ്രിട്ടാസ് മറുപടി കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. ബ്രിട്ടാസ് എന്ന് വിളിച്ച് പറഞ്ഞു കേട്ടാൽ വളരെ ക്ലോസ് ആയിട്ടുണ്ട് ഇവർ തമ്മിൽ എന്ന് മനസ്സിലാക്കി. ഒന്നാമത് ഇദ്ദേഹം നന്നായിട്ട് സംസാരിക്കും, പിന്നെ എല്ലാവരും സൗഹൃദം കൂട്ടും.
അങ്ങനെ പിണറായി വിജയൻ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൂട്ടാൻ കാരണം? പിണറായി വിജയൻ മലയാളം അല്ല ഒന്നും അറിയത്തില്ല. അപ്പം ഇവിടെ അതുകൊണ്ട് എവിടെങ്കിലും കൊണ്ട് നടക്കാനും ബ്രിട്ടാസില്ലെങ്കിൽ ഒക്കെ ധൈര്യം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ബ്രിട്ടാസിന്റെ ഒരു ധൈര്യം എപ്പോഴും ഉണ്ടാവും. ഡൽഹിയിൽ നിന്നല്ല, കേരളത്തിന് പുറത്തേക്ക് പിണറായി ഇറങ്ങിയാൽ ബ്രിട്ടാസ് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ആ ഒരു സംരക്ഷണം ഇത് യഥാർത്ഥത്തിൽ CPM-ഉം BJP തമ്മിലുള്ള പാലം ബ്രിട്ടാസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അന്തർധാരയ്ക്കുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗം ആ ബ്രിട്ടാസ് ആണ് ഇവരുടെ ഏറ്റവും. അതുകൊണ്ടാണ് നമ്മുടെ സജീവൻ അന്തിക്കാടിന്റെ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു, സംവിധാനം. ഈ ബ്രിട്ടാസ് ആണ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമതെങ്കിൽ ഒന്നാമൻ മേജർ രവിയും രണ്ടാമത് ശ്രീത് പണിക്കരായിരിക്കും എഴുതിയിട്ടിരുന്നത്. വേറെ ചിലർ ഒന്നാമനായിട്ട് റഹീമിന്, രണ്ടാമത് ജയിക്കിനെ കൊടുത്ത് വേറെ ചിലത് ഒന്നാമൻ ഡാഗിനി മൂമ, രണ്ടാമൻ മറ്റേ കുട്ടൂസൻ, മൂന്നാമൻ ബ്രിട്ടാസൻ, നാലാമൻ ലുട്ടാപ്പി. മാത്രം ഇത് പണ്ട് രസമുള്ള കാര്യം, ഇപ്പോഴല്ലേ BJP വരുന്നുള്ളൂ. പണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത് CIA ആണ് അവിടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിൽ ശരിയാക്കാൻ. ഏത് മറ്റേ ഫിഡൽ കാസ്ട്രോ ഒക്കെ തീർക്കാൻ നടക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ തീർക്കാൻ ഇവരൊരു പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ ആരെന്ന് പോലും പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ ഉള്ളത്. ഇതിൻ്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്സ് കൂടി നമ്മൾ കാണാതെ പോകരുത്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഈ CPM-ന് നേതൃക്ഷാമമുണ്ട്, വലിയ തോതിലുണ്ട്. കാരണം 28 വർഷം CPM-ന് ഒരു നേതാവ് ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹമാണ്, പിണറായി വിജയനാണ്. ഉണ്ടായിരുന്നു നമ്മുടെ അച്യുതാനന്ദൻ, പക്ഷെ അച്യുതാനന്ദൻ ഒതുക്കി ഒരു വിധത്തിലാണ് 28 വർഷത്തിനിടയിൽ 5 കൊല്ലം മുഖ്യമന്ത്രി കസേര ഇരുത്തി നശിപ്പിച്ചു കളഞ്ഞത്. ഈ 28 വർഷം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഇദ്ദേഹം പിണറായി വിജയൻ പാർട്ടിയുടെ രണ്ടാം തരം നേതൃത്വം മുഴുവൻ വെട്ടിയൊതുക്കി. ആരുമില്ല. ഇപ്പോൾ CPM-ന് ഒരു നേതാവ് ആകെപ്പാടെ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ, അങ്ങനെ 1-2 പേരേ ഉള്ളൂ. നാഷണൽ എക്സ്പോഷർ ഉള്ള ഒറ്റ കൂട്ടത്തിലില്ല. ബേബി അവിടെയുണ്ട്. ശൈലജ ടീച്ചറിനെ എടുത്തു നോക്കുക. ശൈലജ ടീച്ചറിനെ ഒക്കെ ഇവരിപ്പം CPM ഉദ്ദേശിക്കുന്ന ഒരു അഴിച്ചുപണി എന്ന് പറയുന്നത് പരമ്പരാഗത രീതി മാറ്റി CJP മോഡലിൽ ഒരു ന്യൂജൻ മുഖം ഉണ്ടാക്കാൻ പറ്റിയ ആളാണ് ബ്രിട്ടാസ്. അതായത് CPM-നെ ഒന്ന് റീഫർബിഷ് ചെയ്ത് ഈ പാറ്റകളുടെ രീതിയിൽ ഇതിനെ ഒന്ന് അഴിച്ചു പണിയാൻ പറ്റും. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ, ഞാൻ ഈ ബ്രിട്ടാസിൻ്റെ പോസ്റ്റുകളൊക്കെ പണ്ടൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കാറുണ്ടല്ലോ, 3000-4000 ഷെയറാണ് ഒരു പോസ്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം CPM-ൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള നേതാവായി ഇദ്ദേഹം മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് ഇവർക്ക് ആർക്കും കണ്ടുകൂടായിരുന്നു, സൈബർ കിടാങ്ങളെല്ലാം എതിരായിരുന്നു. അപ്പോൾ ബ്രിട്ടാസിനെ ഒരു പകരക്കാരനായി പ്ലേസ് ചെയ്യാനുള്ള ഒരു നീക്കം ആണോ എന്ന് സംശയം എനിക്കുണ്ട്. മാത്രമല്ല രാജ്യസഭയിൽ അദ്ദേഹത്തിന് അടുത്ത വർഷം കുറച്ച് ഒരു 8 മാസമേ ഉള്ളൂ കഴിയാൻ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത രാജ്യസഭ വരുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 2 സീറ്റ് ഉറപ്പായി UDF-ന് കിട്ടും. പക്ഷെ ഒരു സീറ്റ് കിട്ടും. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 36 സീറ്റാണ് നമ്മൾ ജയിക്കാൻ വേണ്ടത്. 36 വോട്ട് ഇവർക്കില്ല, 35 ഉള്ളൂ. പക്ഷെ 36 വോട്ട് UDF-നും ഇല്ല. കാരണം 36 72 വോട്ട് UDF-ന് 2 ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കും 31 ഉള്ളൂ. എത്ര? 102 ഉള്ളൂ, 30 ഉള്ളൂ. പിന്നെ മൂന്നാം ജയിപ്പിക്കാൻ പറ്റില്ല. കാരണം 30 ഉള്ളൂ. ഇനി BJP സപ്പോർട്ട് ചെയ്താൽ പോലും 33 ആവത്തുള്ളൂ, 36 വരത്തില്ല. അപ്പം ഈ പശ്ചാത്തലത്തിൽ 35 LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി രാജ്യസഭയിലെത്തും. ഈ രാജ്യസഭയിൽ എത്തേണ്ടത് ആര്? അന്ന് CPM-ന് പിന്നെ കംപ്ലീറ്റ് രാജ്യസഭയിൽ ആരുമില്ല. ഡോക്ടർ ശിവദാസ്, റഹീം, ബ്രിട്ടാസ്. അപ്പം ഇതിൽ ബ്രിട്ടാസിനെ തന്നെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന RSS-ന്റെ ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ വന്നാൽ മാത്രം നടക്കത്തില്ല. അല്ലെങ്കിൽ RSS, കാരണം ഇവർക്ക് ഈ RSS-ഉം BJP-യോടും അടുപ്പത്തിൽ പോകുന്നവരെ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ബ്രിട്ടാസിന് അങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ RSS-ന്റെ ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് CPM-ന്റെ ഒരു ഹീറോ ആക്കി, ഒരു മുഖമാക്കി മാറ്റി ബ്രിട്ടാസിനെ ഈ പദവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. ബ്രിട്ടാസിനെ PR ആണ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം പിണറായി വിജയന് PR ഉണ്ടായിക്കൊടുത്ത്, ഈ ഇമേജ് ഉണ്ടായിക്കൊടുത്ത്, അതായത് അതായത് ആർക്കും കണ്ടുകൂടാത്ത ഒരു വെറുപ്പിന്റെ മുഖമായിരുന്നു പിണറായി. ആ പിണറായി ഒരു രക്ഷകനും ക്യാപ്റ്റനും ഒക്കെ ആക്കിയത് ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് ഒഴിഞ്ഞിട്ട് നികേഷിനെ ചുമതല ഏൽപ്പിച്ചപ്പോഴാണ് എല്ലാം കുളമായത്. എന്തായാലും ഈ ബ്രിട്ടാസിനെ RSS പേടിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റം, അപ്പോൾ ഇവർ RSS-നെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ വിവരക്കേടാന്ന് പറയാൻ തെളിവായി മാറുവാണ്. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഇപ്പോൾ ബേസുള്ള ഒരു പാർട്ടിയുടെ ഒരു രാജ്യസഭാംഗത്തിന് ഇത്രയും ഒരു ഇന്ത്യയിലെ ഏറ്റവും ഒരു ലോകത്തിൻ്റെ പ്രസ്ഥാനം വന്ന RSS പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് CPM-ന്റെ അകത്ത് നടക്കുന്ന ചില നീക്കങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. എന്താണ് ഇത്? എൻ ഷംസീർ എന്നല്ല നിലമ്പൂരിൽ അവിടുത്തെ നമുക്കറിയാം, കുഞ്ഞാലി എന്ന് പറഞ്ഞ അവിടുത്തെ MLA വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു. എന്നാലും അദ്ദേഹം അവിടെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ
അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞില്ല. കാരണം ഒരു CPM-ന്റെ നേതാവ് അവിടെ ഈ വിഷയം തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പരസ്യമായ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇത് പ്രസംഗം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞ് വെള്ളാപ്പള്ളി കൂടെ നിർത്തിയത് പ്രശ്നമായി. നേരത്തെ ഇപ്പം കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയ കണ്ടെത്തലുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച അദ്ദേഹം മാത്രമാണ്. MV ജയരാജൻ പോലും ചാനലൊക്കെ ബൈറ്റ് കൊടുത്തിട്ട് പിന്നീട് അത് തലവരേണ്ടി വന്ന അവസ്ഥയാണ്. പക്ഷേ ഷംസീർ പ്രസംഗിച്ചു. അതായത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഷംസീർ തികച്ചും അതൃപ്തനായ ഒരു നേതാവാണ്. 2 ടേം മാറ്റി കൊടുത്തു. അയാൾക്ക് ഒരു കുറച്ചു കാലം സ്പീക്കറാക്കി കൊടുത്തു. ബേസിക്കലി ഇങ്ങനെ അങ്ങ് ഡയലോഗ് അടിക്കുന്നല്ലാതെ ഇയാൾ ഈ ഷംസീർ ബേസിക്കലി ഒരു പാവത്താണ്. പക്ഷേ ഈ ചാനലൊക്കെ ഒന്നിങ്ങനെ അലറി വിളിക്കും. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു നല്ല ഇമേജ് ഉണ്ടായില്ല എന്ന് മാത്രം. അപ്പം ഷംസീറിനെ അതിശക്തമായി വെട്ടിയിട്ടുണ്ട്. ഷംസീറിനെ വെട്ടുക എന്നുള്ളത് മരുമകന് വേണ്ടിയുള്ള ദൗത്യമാണ്. ഷംസീർ സ്വാഭാവികമായും CPM-ന്റെ ഉന്നത പദവിയിലേക്ക് മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ല. തൽക്കാലത്തേക്ക് കൊടുത്തു. അപ്പം ഈ മലബാറിൽ ഒരു മുസ്ലിം ലീഡർ വേണ്ട. അതുകൊണ്ടാണല്ലോ കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കും സീറ്റ് കൊടുത്തില്ല. കാരണം മലബാറിൽ കോഴിക്കോട് റിയാസ് മാത്രം മതി എന്നുള്ളൊരു നിലപാടിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ഷംസീർ അതൃപ്തനായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് നേരിട്ടറിയാം ഷംസീർ അതൃപ്തനാണ്. അപ്പോൾ പിന്നെ ഷംസീറിൻ്റെ സഹോദരൻ എന്തൊക്കെയോ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ അതുകൊണ്ടാണ് ഷംസീർ എന്ന് നിശബ്ദ പാലിച്ചിരിക്കുന്നത്. എന്തൊക്കെയോ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തോ കാഫെ നമ്മുടെ കോസ്റ്റാ കോഫി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാഞ്ചൈസി ഒക്കെ പുള്ളിക്കാൻ തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളൊക്കെ ഇടുന്ന ചാലോചനകളുണ്ട്. എന്നുവെച്ചാൽ പക്ഷേ ഷംസീർ പൊതുവെ ഒരു നല്ല ഒരു കമ്മ്യൂണിസ്റ്റ്. പക്ഷേ വിവരക്കേട് ഇടയ്ക്ക് വിളിച്ച് പറയും മറ്റേ ഗണപതി മിത്താണെന്ന് പുള്ളിക്ക് പറയാം. എപ്പോഴാണെന്നറിയോ? അള്ളാഹു മിത്താണെന്ന് പറയാണ്. അദ്ദേഹം വിശ്വാസിയായിരിക്കുകയും ആ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അതനുസരിച്ച് വസ്ത്രം ധരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ അത് പക്ക വൃത്തികെട്ട കാര്യമായി. അപ്പോൾ അതുകൊണ്ട് ഈ ഷംസീറിനെ CPM-ന്റെ ഉള്ളിലെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ അധീശത്വത്തിനെതിരെ ശബ്ദമുയർത്താൻ പലർക്കും ധൈര്യമായി തുടങ്ങി. ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിണറായി കൊണ്ടുവന്ന നേതാക്കളാണ് എല്ലാവരും. പിണറായി ദുർബലനായി കഴിഞ്ഞു എന്നുള്ള ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ ഇനി ഞങ്ങൾക്ക് പറയാം എന്നുള്ള തോന്നലായതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് പിണറായി ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പിണറായി കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇ ഡി കേസ് ആഴ്ചകൾക്കുള്ളിൽ ED-യുടെ നോട്ടീസ് വരും. വലിയ നാടകങ്ങളുണ്ടാവും. അതോടുകൂടി പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ രൂപപ്പെടും. നേരത്തെ എന്ന് പറഞ്ഞാൽ പിണറായിയെ സംരക്ഷിക്കാനായിരുന്നു. നോക്കൂ, ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നപ്പം എല്ലാം പുതിയ. പക്ഷെ പിണറായിയെ സംരക്ഷിക്കാൻ അവസാനത്തെ ശ്രമമായി മാറി. വെബ്സൈറ്റിലുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടർ. അത് പിൻവലിക്കാൻ പറ്റത്തില്ല. ദേശാഭിമാനിക്ക് വേണം വിഴിഞ്ഞ റിപ്പോർട്ട് പിൻവലിക്കാം. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക റിപ്പോർട്ട് പിന്നെ അപ്പം ഇതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിയെ CPM-നുള്ളിൽ പിണറായിക്കെതിരെ ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സുധാകരനും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ പുറപ്പെട്ടു പോയ അവരൊക്കെ വെളിയിൽ പോയൊരു സാഹചര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊന്നും CPM-നെ തള്ളി പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരും പറഞ്ഞിട്ടില്ല. അവരെല്ലാം പാർട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് UDF. ഇവരൊക്കെ ഇപ്പോഴും CPM-കാർ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഏറെ വൈകാതെ പിണറായി വിരുദ്ധമായ CPM-നെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം എന്ന് പിണറായി പണ്ട് പേരിട്ട ആ രക്ഷാപ്രവർത്തനം CPM-നുള്ളിൽ നടക്കും. CPM-നുള്ളിൽ നടക്കുക എന്നുള്ള അനിവാര്യതയാണ്. ആ അനിവാര്യതയിലേക്കുള്ള ഒരു നീക്കമായി വേണം നമ്മൾ ഈ ഓരോ ദിനം കാണാം. ഇപ്പം തോമസ് ഐസക് പണ്ട് മുതലേ കുത്തി പറയുന്ന ആളാണ്. പരസ്യമേ പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും കൂടി CPM-ൽ ഒരു വിപ്ലവത്തിന് തുടക്കമിടാനും പിണറായി ചവിട്ടി പുറത്താക്കാനുമുള്ള ഒരു കാലം. മാത്രമല്ല അണികൾക്കിടയിൽ വലിയ അതൃപ്തിയുള്ള ഒരു കാര്യമാണ് പിണറായിയുടെ ED-കാർ ആക്രമിച്ചത് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അവർ ജയിലിൽ കിടക്കും. അവർ ഹൈക്കോടതിയിൽ പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ അവർ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. ഹൈക്കോടതിയിൽ വലിയ വക്കീലിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ 60 ദിവസം പിന്നിട്ടു. 60 ദിവസം ആലോചിച്ച് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന ആളുകളെ പാർട്ടി നേതാക്കൾ വിളിച്ചു വരുത്തിയിട്ട് കല്ലെറിയാൻ പറഞ്ഞിട്ട് കല്ലെറിഞ്ഞതാണ്. എനിക്ക് IPB-ന്റെ കാര്യത്തൊക്കെ വലിയ സഹതാപമുണ്ട്. പലർക്കും ആരോഗ്യ പ്രശ്നമുള്ളവരാണെന്ന് പറയുന്നത്. ആരോഗ്യ പ്രശ്നം മാത്രം ശുദ്ധന്മാരാണെന്ന് ഈ എറിയാൻ പോകുന്നതും തല്ലുകൊള്ളാൻ പോകുന്നതൊക്കെ ആരാ? പാവങ്ങളല്ല. അല്ലെങ്കിൽ ചോദിക്കില്ല നിങ്ങളെ മക്കൾ ആദ്യം ഇറക്കിവിടെന്ന് പറയില്ല. എന്തായാലും പിണറായിയുടെ CPM-ന്റെ പ്രതാപകാലം അസ്തമിക്കുകയാണ്. ഏറെ വൈകാതെ പാർട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് പുറത്തേക്ക് ജയിലിന്റെ മുമ്പിലേക്ക് ഒക്കെ. മാത്രമല്ല ഷംസീർ പ്രസംഗിച്ചിരിക്കുന്നത് കുഞ്ഞാലി എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിയുടെ ആ ചടങ്ങിലാണ് പ്രസംഗിച്ചേക്കുന്നത്. ഇത് പാർട്ടി അണികൾ ഏറ്റെടുത്ത് ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റി പാർട്ടിയിൽ ഒരു തിരുത്തൽ വരുത്താൻ ശ്രമിച്ചാൽ ബ്രിട്ടാസ് ആയാപ്പോലും കുഴപ്പമില്ല. പാർട്ടിയിൽ ഒരു തിരുത്തൽ വരുത്താൻ ശ്രമിച്ചാൽ CPM-ന് കൊള്ളാം. അല്ലെങ്കിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പം കോൺഗ്രസിനോടൊക്കെ നമുക്ക് അതിർത്തി ഉണ്ടായാലും
CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സഹിക്കാൻ പാർട്ടി അണികൾക്ക് പോലും കഴിയില്ല. ഇപ്പോഴത്തെ ഒരു സംവിധാനം തുടച്ചു നീക്കിയില്ലെങ്കിൽ പാർട്ടി ഇനി തിരിച്ച് തലപൊക്കാൻ പോകുന്നില്ല. കാരണം അതിനുള്ള ഒരു ജനപ്രീതിയോ ഒന്നും അംഗീകാരമോ അല്ലാത്ത രീതിയിൽ പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ അവഹേളിതരായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഷംസീർ MA ബേബിക്കൊപ്പം, MA ബേബിയാണ് കൊടുത്ത ധൈര്യം. ഷംസീർ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റ് നേതാക്കൾ കൂടി പിണറായിയെ പുറത്താക്കാൻ വേണ്ടി രംഗത്ത് വരട്ടെ. അങ്ങനെ CPM ശുദ്ധീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.